ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ്. ഹെൽത്തി ആയിട്ടുള്ള ഒരു ചക്കക്കുരു ലഡുവിൻ്റെ റെസിപ്പിയാണ്. നല്ല സിമ്പിളാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചക്കക്കുരു ആണ് ഇപ്പം ധാരാളമായിട്ട് കിട്ടുന്ന ടൈമുമാണ്. അപ്പോൾ നമുക്ക് ഈ അരിപ്പൊടിയൊക്കെ വെച്ചിട്ടും അരി വെച്ചിട്ടും മൈദ വെച്ചിട്ടും കടലമാവൊക്കെ വെച്ചിട്ടാണ് നമ്മൾ നോർമലി എന്തുണ്ടാക്കുക, ലഡു ഉണ്ടാക്കുക. അപ്പം അതിന് പകരമായിട്ട് നമുക്ക് ചക്കക്കുരു വെച്ചിട്ട് എങ്ങനെയാണ് ലഡു ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം നമ്മുടെ ചക്കക്കുരു വറുത്തടിച്ചത് അല്ലെ ചുട്ടടിച്ചത്, ചുട്ട് തിന്നാനൊക്കെ ഭയങ്കര നൊസ്റ്റും അല്ലേ. ഇതാ ഞാൻ ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അളവും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് എത്രയാണോ വേണ്ടത് അതങ്ങ് എടുക്കുക. ഞാനിപ്പോൾ ഇതാ ഒരു കപ്പ് നിറച്ചും, ചെറിയ കപ്പ് ഗ്ലാസ്സിലൊക്കെ അളക്കുകയാണെങ്കിൽ 2.5 കപ്പൊക്കെ ഉണ്ടാവും കേട്ടോ. കുറച്ച് അങ്ങ് എടുത്തുണ്ട്. അപ്പോൾ നമ്മളെ കയ്യിലുള്ളതിനനുസരിച്ച് ഇപ്പോൾ എല്ലാവരുടെ അടുത്തും ചക്കക്കുരു ഇല്ലാത്ത വീടുണ്ടാവില്ല ഈ ഒരു സമയത്ത്. ഇപ്പോൾ ഞാനിതിപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വറുക്കാണ് ചെയ്യുന്നത്. വറുക്കാൻ ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് അടുപ്പിൽ. ഇത് നോർമലി ഞങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ വറുക്കലൊന്നുമില്ല, ചുട്ടെടുക്കുകയാണ് ചെയ്യുക. പഴയ ചട്ടി വെച്ചിട്ട് എല്ലാവർക്കും ചെയ്യാനും ഒക്കെ ഈസിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ വറുത്തെടുക്കുകയാണ്. ചുട്ടെടുക്കാനാണെങ്കിൽ നമ്മൾ ചോറൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ആ കണലുണ്ടാവില്ലേ, ആ കണലിലേക്ക് ഇട്ടാൽ പെട്ടെന്ന് പരിപാടി ചെയ്യും കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് വറുത്ത് ഇങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഒന്നുമില്ല, ചട്ടി സാധാരണ ഒരു പഴയ ചട്ടി വെച്ച് ഇതിലേക്ക് നമ്മൾ ചക്കക്കുരു അങ്ങ് ഇട്ടെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. നല്ല തീയിലാണെങ്കിലും കുഴപ്പമില്ല. അത് ചുട്ടെടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ചിലത് കരിഞ്ഞും ഒരുപോലെല്ലോ ആയിക്കണം. അപ്പോൾ അത് അറിയുന്നവർക്കാണ് കൂടുതൽ ഈസി. വറുത്ത് തിന്നാലും നല്ല ടേസ്റ്റാണ്. വറുത്ത് ഇടിക്കണമെന്നോ പൊടിക്കണമെന്നോ ഒന്നുമില്ല കേട്ടോ. നന്നായിട്ട് വറുത്ത് വരട്ടെ. ഒരു ടൈം വരെ വറുക്കണം, ഞാൻ കാണിച്ചു തരാം. നല്ലോണം ഉണങ്ങി നമ്മൾ ചുട്ടെടുക്കുന്ന പോലെ നന്നായി തീ കത്തിച്ചാൽ പെട്ടെന്നാവും. അപ്പം നമ്മുടെ ചക്കക്കുരു ഉണ്ടോ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഇറക്കുകയാണ്. നമ്മൾ ഒരു ചക്കക്കുരു എടുത്തിട്ട് പൊട്ടിച്ചു വെക്കുക. പൊട്ടിച്ചു നോക്കി കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. നല്ലോണം ഒന്ന് ഇറക്കിക്കോട്ടെ. നല്ല സോഫ്റ്റ് ആയിരിക്കും ഉള്ളു. അപ്പം അതാണ് അതിൻ്റെ കണക്ക് കേട്ടോ. കഴിച്ചു നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഉള്ളു നമ്മൾ ഹാർഡല്ലേ ശരിക്കും ചക്കക്കുരു എന്ന് പറഞ്ഞാൽ, അത് നല്ല സോഫ്റ്റ് ആയി ഉണ്ടാവും ഉള്ളൊക്കെ. അപ്പോൾ ആ ഒരു രീതി വരെ വറുത്തെടുക്കുക. കണ്ടോ, അപ്പോൾ ചുടുവാണെങ്കിൽ നമ്മൾ 5 മിനിറ്റ് കൊണ്ട് കഴിയും കേട്ടോ. ഇതിപ്പോൾ വറുത്തെടുക്കാകുമ്പോൾ കുറച്ചൊരു ടൈം എടുക്കും. നമ്മൾ പാത്രത്തിട്ട് മറ്റേ ഡയറക്റ്റ് കണലിലേക്ക് ഇടുവാണല്ലോ. അപ്പോൾ ഞാനിതൊന്ന് ഇറക്കി മാറ്റി വെക്കട്ടെ. അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഞാൻ അടുപ്പിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഉള്ളു കണ്ടോ, നല്ല നല്ല ടേസ്റ്റാട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ തന്നെ കഴിക്കാൻ. ഞങ്ങൾ ചിലപ്പോൾ വറുത്തൊന്നും പൊടിക്കാറില്ല, ഇങ്ങനെ ചുട്ട് ഇങ്ങനെ തന്നെ കഴിക്കും. ഇത് കടിച്ചു വെക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാവും. അപ്പോൾ കരിഞ്ഞും പോവരുത്. ഞാൻ ഈ ചട്ടിയിൽ നിന്ന് മാറ്റി ഒന്ന് ചൂടണിയട്ടെ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മേലുള്ള ആ വെള്ളത്തൊലി മാറ്റിയിട്ട് ഈ ചുവപ്പ് തൊലിയില്ലേ അതോട് കൂടിയിട്ടാണ് നമ്മൾ പൊടിക്കുക. അപ്പം ഞാനിതൊന്ന് ഇവിടെ ചെരിഞ്ഞു വെക്കട്ടെ കേട്ടോ, ചൂട് തണിയാൻ വേണ്ടിയിട്ട്. ഇനി ഈ ചക്കക്കുരു കുറച്ചൊന്ന് ചൂട് തണിയട്ടെ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മേലെന്ന് ചൂട് തണിഞ്ഞാൽ ഇതുപോലെ തൊലി അങ്ങ് മാറ്റിയെടുക്കുക. തൊലി മാറ്റിയിട്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ചക്കക്കുരു ഒക്കെ തോല് ഒഴിച്ച് നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ കിടക്കുന്നുണ്ട്. ഇതന്നെ നമുക്ക് പൊടിച്ചെടുക്കണം. ഈ ചക്കക്കുരു നമ്മൾ ഒരു രണ്ട് പ്രാവശ്യമായിട്ട് നമ്മൾ പൊടിക്കുന്ന ജാറിലെ അതിൽ പൾസിൽ നിന്നിട്ട് നന്നായിട്ട് പൊടിയായി പോണ്ട, തരിതരിയായിട്ട് പൊടിച്ചെടുക്കും. ഞാൻ പൊടിച്ചാണ്ടോ ഈ ഒരു രൂപത്തിൽ നമ്മൾ അരിപ്പൊടിയൊക്കെ ഉണ്ടാവില്ലേ, അവലൂസ് പൊടിയൊക്കെ, അതുപോലെ നമ്മളെ ചക്കക്കുരു പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് മധുരമൊന്നുമില്ലല്ലോ. ഇനിയിപ്പോൾ ഇതിലൊക്കെ നമ്മൾ മധുരവും തേങ്ങയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുറി തേങ്ങൻ്റെ അളവൊക്കെ ഒന്ന് കുറുക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യട്ടോ. തേങ്ങ കൂട്ടിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതേപോലെ ഒരു 2 ആണി ശർക്കര ഞാൻ മിക്സിയിൽ പെട്ടെന്ന് പൊടിഞ്ഞിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ആദ്യം ഒന്ന് പൊടിച്ച് വെച്ചാണ്. ഇനി ഞാനിത് ഈ തേങ്ങ ഈ ശർക്കര അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് കുറച്ചും എടുത്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് എല്ലാം കൂടി യോജിപ്പിക്കുക. ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് മിക്സ് ചെയ്ത് വരട്ടെ. തേങ്ങ ഒന്ന് നന്നായിട്ട് ഇതിൻ്റെ കൂടെ തേങ്ങയും ശർക്കരയും യോജിക്കുകയും ചെയ്യും. അപ്പോൾ കണ്ടോ, നല്ല ടേസ്റ്റുള്ള ചക്കക്കുരു
സീഡ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അരിപ്പൊടിയും അവലൂസ് പൊടിയും ഒക്കെ ഉണ്ടാക്കല്ലേ അതേപോലെ, പക്ഷെ കുറച്ചുകൂടി അരിയൊന്നുമല്ല, ചക്കക്കുരുവാണ്, നല്ല ഹെൽത്തിയാണ്, എണ്ണ ഒന്നുമില്ല. ഇനിയിപ്പോൾ അരിഭക്ഷണമൊന്നും പറ്റാത്തവർക്ക്, മധുരം ഷുഗർ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ ശർക്കരൻ്റെ അളവ് കുറച്ചുകൂടെ കുറച്ചാൽ മതി. ഇതുപോലെ നന്നായിട്ട് ബോൾസ് ആക്കി എടുത്താൽ കുട്ടികളൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ് കേട്ടോ, ഡിഷുമാണ്. കാരണം എല്ലാവർക്കും വൈകുന്നേരം ചായകൊക്കെ ഇതുണ്ട്, പിന്നെ വേറൊന്നും വേണ്ട, ഒരു വല്ലാത്തൊരു ടേസ്റ്റാണ്. അപ്പം നമ്മുടെ ചക്കക്കുരു ലഡു ഇവിടെ തയ്യാറാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. വൈകുന്നേരം കട്ടൻ ചായൻ്റെ കൂടെ ഇത് കിട്ടിയാൽ വേറെ ഒന്നും വേണ്ട കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ലൊരു ഹെൽത്തിയാണ്. ഇപ്പം എല്ലാ വീട്ടിലും ചക്കക്കുരു ഉണ്ടാവുകയും ചെയ്യും. അപ്പം ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.